വീട്ടിൽ വരുമ്പോൾ ഉണ്ടല്ലോ ഇവൻ്റെ കൂടെ സിനിമയ്ക്ക് പോകുന്നതിൽ പല സന്തോഷം വേറെ എങ്ങൊന്നും കിട്ടത്തില്ല കേട്ടോ. അതൊരു വൈബാണ്. ഈ നമ്മൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് ഇവൻ്റെ കൂടെ പോയാൽ മാത്രമേ എനിക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കൂലി ഫിലിമിന് വന്നതാണ്. കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇറങ്ങി പോയത് കേട്ടോ. അപ്പോൾ എൻ്റെ മോനെ അറിയത്തില്ല ഇതിനാ വന്നതെന്ന്. ഇവനിത് കാണണമെന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പം നമ്മൾ സുമതി വളവ് കാണാം എന്ന് പറഞ്ഞിട്ടോ വന്ന്. അവൻ പ്രേതമാണ് കിടന്ന് ഉറങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ടോ ഇരിക്കുന്നത്. നമ്മളത് മാറ്റാനും പോയിട്ടില്ല കേട്ടോ. കാരണം അവന് ഇങ്ങനെയുള്ള ഫിലിംസ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ സൂപ്പർ ഹീറോ ഭയങ്കര സ്റ്റണ്ട് അങ്ങനത്തെ ഫൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവനിപ്പോഴും അറിയത്തില്ല നമുക്ക് കൂലിയുടെ ഫോട്ടോ ഓടിപ്പുണ്ടല്ലോ നമുക്ക് അതിന് പോകാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാണ്. എന്നാലും വലിയ സങ്കടത്തോടുകൂടി അകത്ത് കയറിയപ്പോൾ തന്നെ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞേ ഈ ഫിലിമാണോ അമ്മയെന്ന്. ഞാൻ പറഞ്ഞു അല്ല മക്കളെ അതിൻ്റെ ആഡ് കൊടുത്തേക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് നമ്മളെല്ലാം കയറി സെറ്റിലായി. യാഷു എന്തായാലും ഉറപ്പായിട്ട് ഉറങ്ങുമെന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഹൗസ്ഫുള്ളാണ്. അതേ സാർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങളോടാണ് കൂലി ആവണേ ഗൈസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞത് കേട്ടോ. ഇത് എഴുതി കാണിച്ചപ്പോഴേ സാറിന് മനസ്സിലായിട്ടോ. കാരണം ജയിലർ കാണാൻ പോയപ്പോഴും ഇതേ സംഭവമായിരുന്നത് കാണിക്കുന്നത്. ഇൻ്റർമിഷൻ ആയത് അറിയുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഒരു 1 ടൈം വാച്ചബിളായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളായിരുന്നു. പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സ് ഉണ്ടല്ലോ ഇപ്പം ഈ ഒരു വോയിസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. കാരണം എനിക്കങ്ങോട്ട് ഇഷ്ടമായില്ല. അത് പറയായിരുന്നു കണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ. എന്തോ ഒരു സംതിങ് ഇല്ലെങ്കിൽ ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാനൊരു 10 പ്രാവശ്യം അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു നമ്പർ. അപ്പോൾ ആ ഒരു എന്താ പറയുന്നത് സംഭവം എനിക്കങ്ങോട്ട് എന്തോ ഒരു വല്ലാണ്ടായിപ്പോട്ടോ. കാരണം ഒരു ക്ലൈമാക്സ് ഒരു എൻഡിങ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയത് പേഴ്സണലി. എന്തായാലും കൊള്ളാം കേട്ടോ. ഒരു 1 ടൈം വാച്ചബിളാണ്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. ഈ തിയേറ്ററിൽ പോയി കാണുന്നുണ്ടല്ലോ അത് അനിരുദ്ധിൻ്റെ BGM കൂടെ ആയപ്പോൾ പിന്നെ ഒന്നും പറയില്ല. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ.